ദേശീയ തലത്തേക്ക് പോകുകയാണെങ്കിൽ മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് ജയിൽ മോചിതനായെന്ന വാർത്ത വരുന്നു. തിഹാർ ജയിലിന് പുറത്ത് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ സഞ്ജയ് സിംഗിനെ സ്വീകരിച്ചു. അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തി സുനിത കെജ്രിവാളിനെ കണ്ടു. ഇത് ആഘോഷത്തിനുള്ള നേരമല്ല, പോരാട്ടത്തിനുള്ള സമയം എന്നായിരുന്നു സഞ്ജയ് സിംഗിന്റെ പ്രതികരണം. ആർ അച്യുതൻ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, വലിയ സ്വീകരണമാണല്ലോ സഞ്ജയ് സിംഗിന് പ്രവർത്തകർ നൽകിയത്. വിവരങ്ങൾ എന്തൊക്കെ? ഉന്മേഷ്, തീർച്ചയായിട്ടും സഞ്ജയ് സിംഗിന് ഈ മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കിടന്ന സഞ്ജയ് സിംഗ് ഇന്ന് ജയിൽ മോചിതനായ ആ ഒരു അവസരം അത് വലിയ രീതിയിൽ ആഘോഷമാക്കുക തന്നെയാണ് ആം ആദ്മി പ്രവർത്തകർ ചെയ്തത്. കാരണം അദ്ദേഹത്തെ തിഹാർ ജയിലിൽ നിന്ന് സ്വീകരിച്ചത് പൂവെറിഞ്ഞും ഹർഷാരവങ്ങളും അതുപോലെ തന്നെ മുദ്രാവാക്യം വിളികളുമായിട്ടാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഇത് ആഘോഷത്തിന്റെ ഒരു സമയമല്ല, മറിച്ച് പോരാട്ടത്തിന്റെ സമയമാണ്. കാരണം ആം ആദ്മിയുടെ മറ്റ് നേതാക്കൾ, കേജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോഴും ജയിലിലാണ്. അവർ പുറത്തു വന്നതിന് ശേഷം ആഘോഷമാക്കുമെന്നുള്ളതാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് സഞ്ജയ് സിംഗ് പാർട്ടി ആസ്ഥാനത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ്. അവിടെ ചെന്ന് അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. നമ്മുടെ ഈ വലതുവശത്ത് കാണുന്ന ഇന്നോവ, ഇതിനുള്ളിലാണ് സഞ്ജയ് സിംഗ് ഉള്ളത്. സഞ്ജയ് സിംഗും സഞ്ജയ് സിംഗിന്റെ കുടുംബവും ഭാര്യ അനിത സിംഗ് ഉൾപ്പെടെയുള്ളവരാണ് ഈ വാഹനത്തിലുള്ളത്. തൊട്ടുപുറകിലായി മന്ത്രി സൗരഭ് ഭരദ്വാജ് അടക്കമുള്ളവരുണ്ട്. പ്രവർത്തകരും അദ്ദേഹത്തോടൊപ്പമുണ്ട്. അല്പസമയത്തിനകം തന്നെ ITOയിലെ ആം ആദ്മിയുടെ പാർട്ടി ആസ്ഥാനത്തെത്തി അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. അദ്ദേഹം അല്പം മുൻപാണ് കേജ്രിവാളിന്റെ വസതിയിലെത്തി സുനിത കെജ്രിവാളിനെ കണ്ടത്. ആ സമയത്ത് മന്ത്രി സൗരഭ് ഭരദ്വാജ് അറിയിച്ചത് ഇതേ കാര്യമാണ്. അതായത് ഇനിയുള്ള ദിവസങ്ങൾ അത് പോരാട്ടത്തിന്റെ സമയമാണ്. കേജ്രിവാളും മനീഷ് സിസോദിയും അടക്കമുള്ള നേതാക്കൾ അത് പൂട്ട് തകർത്ത് ജയിലിലെ പൂട്ട് തകർത്ത് തന്നെ പുറത്തു വരും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ഈ ആം ആദ്മിയുടെ നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രചരണമാക്കി കൂടി ആം ആദ്മി ഇതിനെ മാറ്റുകയാണ്. കാരണം സഞ്ജയ് സിംഗിന് ജാമ്യം ലഭിച്ചതും ആ സമയത്ത് സുപ്രീം കോടതിയിൽ ഇഡിക്കെതിരെ കോടതി ഉന്നയിച്ച വിമർശനങ്ങളും അതുൾപ്പെടെയുള്ളവയാണ് ആം ആദ്മി ഇപ്പോൾ പ്രചാരണമായി ഉയർത്തിക്കൊണ്ടുവരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഏതായാലും സഞ്ജയ് സിംഗ് ഇപ്പോൾ ജയിൽ മോചിതനായിരിക്കുന്നു. അദ്ദേഹം പാർട്ടി ആസ്ഥാനത്തേക്കുള്ള യാത്രയിലാണ്. വലിയ സ്വീകരണമാണ് പ്രവർത്തകർ അദ്ദേഹത്തിന് നൽകിയത്.